പ്രക്രിയ നടക്കാൻ വേണ്ടി ഈ പറയുന്ന നമ്മൾ ഇട്ടുകൊടുത്ത വേസ്റ്റിന്റെ അകത്തേക്ക് ആഴ്ചയിലൊരിക്കൽ ഒന്നെങ്കിൽ ചാണക വെള്ളം കലക്കി ഒഴിക്കുക, 1 കപ്പ് ചാണക വെള്ളം കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ ചാണകം കിട്ടാത്തവരാണെങ്കിൽ ശർക്കര വെള്ളം കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ എള്ളും പിണ്ണാക്കും. ഈ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കാൻ, ഇതിനെ ബാക്ടീരിയ തിന്ന് വേസ്റ്റാക്കി മാറ്റുന്ന പ്രോസസ് ഐസ് കലക്കി ഒഴിച്ചാലും മതി. അപ്പൊ ആ ഒരു പ്രോസസ് നടത്താൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഇത് ചാണകവെള്ളം ഏറ്റവും അനുയോജ്യമാണ്. മറ്റ് കാര്യങ്ങൾ ശർക്കര വെള്ളം മറ്റൊരു ഉപാധിയാണ്. അത് ആഴ്ചയിലൊരിക്കൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെയും വേസ്റ്റ് ഇടുക, ആഴ്ചയിൽ 1 or 2 ആഴ്ചകൾ കൂടുമ്പോൾ കൊടുക്കുക. അപ്പൊ ഏകദേശം ഈ പറഞ്ഞ അളവുള്ള പൈപ്പ് ആണെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഈ പൈപ്പ് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പൈപ്പ് നിറഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ പൈപ്പിലേക്ക് നമ്മൾ വേസ്റ്റ് ഇടാൻ പാടുള്ളൂ. അപ്പൊ ആദ്യത്തെ പൈപ്പ് 1 മാസമാകുമ്പോൾ നിറയും. അപ്പോൾ രണ്ടാമത്തെ പൈപ്പ് നമ്മൾ 1 മാസം കഴിഞ്ഞ് അടുത്ത മാസത്തോട്ട് ഇട്ട് തുടങ്ങുന്നു. അപ്പോൾ ഈ പൈപ്പും രണ്ടാമത്തെ മാസമാകുമ്പോൾ ഈ പൈപ്പ് നിറയും. എപ്പോൾ അപ്പൊ രണ്ടാമത്തെ മാസം അവസാനമാകുമ്പോൾ ഈ പൈപ്പ് നിറയുന്നു. ആ പൈപ്പ് നിറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പൈപ്പ് മണ്ണിൽ നിന്ന് ഊരിയെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ഈ പറയുന്ന ജൈവ വളമായി മാറിയിരിക്കും. അത് നേരെ പൊക്കിയെടുത്തിട്ട് ഒരു ബക്കറ്റിലോട്ട് കമത്തി പൊടിയ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ ആ വളമെടുത്തിട്ട് നമുക്ക് നല്ല ഒരു ജൈവ വളമായിട്ട് ഉപയോഗിക്കാം. ഇത് കേരള ഗവൺമെന്റ് അംഗീകരിച്ചാണ്. പുതിയ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് പെട്രോൾ നികുതിയൊക്കെ കുറയ്ക്കുവാൻ വേണ്ടി ഇതുപോലുള്ള പദ്ധതികളിൽ ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പദ്ധതിയെ പൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞു. മന്ത്രി മുനീർ അദ്ദേഹം എല്ലാതിനെപ്പറ്റി നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് സാധാരണ ചെയ്യുന്ന മെത്തേഡ്. ഒരിക്കൽ കൂടി ചുരുക്കി പറയാം. ഒരു 1.25 മീറ്ററോ 1.5 മീറ്ററോ നീളമുള്ള 2 പൈപ്പുകൾ എടുക്കുക. അതിൽ 2 പൈപ്പും ഏകദേശം ഒരു 30 സെന്റിമീറ്റർ മണ്ണിൽ കുഴിച്ചിടുക. എന്നിട്ട് ഇത് വെള്ളം വീഴാതിരിക്കാനോ മറ്റ് ജീവികൾ ആക്രമിക്കാതിരിക്കാൻ 2 പൈപ്പും ഏതെങ്കിലും ടൈൽ കഷ്ണമോ എന്തെങ്കിലും വെച്ച് മൂടി വെക്കണം. ഒന്നാമത്തെ പൈപ്പിൽ മാത്രമേ വേസ്റ്റ് ഇടാൻ തുടങ്ങാവുള്ളൂ. ഒന്നാമത്തെ പൈപ്പിൽ വേസ്റ്റ് ഇടുക, ആഴ്ചയിലൊരിക്കൽ ചാണക വെള്ളം കലക്കി ഒഴിക്കുക. 1 ബക്കറ്റ്, ചെറിയൊരു കപ്പ് നിറച്ച് മതി. അങ്ങനെ ഇതിന്റെ ഈ നടക്കുന്ന ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ് പ്രക്രിയ അവിടെ നടക്കുകയും ഇതിൽ ഉപയോഗിച്ച സാധനങ്ങൾ വളമായി മാറുകയും ചെയ്യും. 1 മാസം ഇതിടാനുള്ള സമയവും 1 മാസം ഇതിന്റെ പ്രക്രിയ നടക്കാനുള്ള സമയം, അഴുകാനുള്ള സമയമാണ് നടക്കുന്നത്. അപ്പൊ ഇത് തീർന്നതിന് ശേഷം രണ്ടാമത്തേലേക്ക് നമ്മൾ ഇട്ടു തുടങ്ങുന്നു. എപ്പോൾ ഇത് നിറയുന്നോ ആ 1 മാസമാകുമ്പോൾ ഇത് നിറയും. രണ്ടാമത്തെ മാസമാകുമ്പോൾ ഈ പൈപ്പ് നിറയും. അപ്പൊ ഇത് നിറയുമ്പോൾ ഈ പൈപ്പില് വേസ്റ്റ് മെച്ചുറായി കാണും. അപ്പൊ നമുക്ക് ഇത് ഊരിയെടുക്കാം, ബക്കറ്റിലോട്ട് കുത്താം, അല്ലെങ്കിൽ ഒരു പാത്രത്തിലെടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു ചാക്കിട്ട് അതിനെ പുറത്തേക്ക് കുത്താം. അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ഒഴിക്കുന്ന ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങൾ കാണാം. അപ്പൊ അതുണ്ടെങ്കിൽ അത് ഈ മണ്ണിലോട്ട് തന്നെ പോകുന്നത് കൊണ്ട് ഇത് പൈപ്പ് കമ്പോസ്റ്റ് വെച്ച സ്ഥലവും കൂടെ എന്തായി മാറും? ഫലഭൂയിഷ്ടമായി മാറുന്നതായിരിക്കും. അപ്പൊ ഈ പൈപ്പ് ഊരി അടുത്ത സമയത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഇവിടെയും വളമുള്ള സംഭവമായി മാറി. ഇതിനകത്ത് ഒഴുകി വരുന്ന സ്ലറി ഒരു ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥം വളരെ വളക്കൂറിയുള്ളതും കീടാണുനാശിനിയായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു രീതി. ഇനി ചില കർഷകർക്ക് ഇതിനകത്ത് വരുന്ന ആ